സൈക്കിളിനും ചെറുതായിട്ടൊരു പണി കിട്ടി ഏതാ വ്യൂ മോനെ ഇടുന്നേ ആദ്യമായിട്ടാട്ടോ മത്സ്യബന്ധനം ബോട്ട് കയറുന്നത്. നമ്മള് ഇവിടെ അങ്ങനെ കുറെ പറഞ്ഞു നോക്കി, അങ്ങനെ കയറ്റുന്നല്ലേ ഉള്ളിലേക്ക്. ഇതാ ജസ്റ്റ്. ഹായ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായി. നാട്ടിന്ന് തലശ്ശേരിയിലേക്ക് എത്തിയത് കോഴിക്കോടൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടാവും. ഇപ്പൊ ഏകദേശം 6:30 ആയിട്ടുണ്ടോ. നമ്മളെല്ലാം ഇതെല്ലാം എടുത്ത് വെച്ച് ഇന്നലെ കണ്ടിട്ട് അലങ്കോലായിട്ടുണ്ട്. ഇന്നെല്ലാം എടുത്ത് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. പുറത്ത് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനായിട്ട് പാറുന്നുണ്ട്. നമ്മള് പോയിട്ട് താഴെ സൈക്കിൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വെച്ച് ബാഗെല്ലാം അതിൽ പാക്ക് ചെയ്യുമ്പോഴേക്ക് ഏകദേശം മഴ പോകുന്നു പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എല്ലാം സാധനങ്ങളൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി മഴ പോയിട്ടുണ്ട്. മഴ ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. പൊടിയുന്നതിൽ ചെറുതായിട്ട് വലിയ പ്രശ്നമില്ല. ഞാനും ആശിക്കുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 60-70 കിലോമീറ്റർ ഉണ്ട് കോഴിക്കോടേക്ക്. ഓക്കെ, അധികം വണ്ടിയിൽ വരുന്ന മൊബൈല് വീഡിയോ എടുക്കാതിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ആയിരുന്നു. ബസ്സിലൂരൊക്കെ നല്ല പോക്കാവുമായിരുന്നു. അതല്ല ചെറിയ മഴപ്പാറിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ നമ്മൾ വടകരയൊക്കെ കഴിഞ്ഞിട്ടോ. വടകരയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ കോഴിക്കോടേക്ക് പോകുന്ന വഴിക്ക് ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ വരുമ്പോഴാണ് പണി കിട്ടിയത്. തിങ്കൾ അവധിയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിലെ സംഭവം എന്താണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ കുഞ്ഞാലിമരക്കാർ മ്യൂസിയം ഉണ്ട്. ഇവിടുന്ന് ഏകദേശം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മെയിൻ ഹൈവേന്ന് ഒരു 300 മീറ്ററേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1.25 കിലോമീറ്റർ നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞാലിമരക്കാർ മ്യൂസിയം ഉണ്ട് കേട്ടോ. സൗണ്ടെല്ലാം പോയിട്ടായില്ല കേട്ടോ, ഭയങ്കര ടയേർഡായിട്ടില്ല സൈക്കിൾ ഓട്ടിട്ട്. ജസ്റ്റ് ആ ഉള്ളിലത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ അധികം കാണിക്കാൻ പറ്റില്ല. അവർ അവധിയായതുകൊണ്ട് അവർ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോന്ന് പറഞ്ഞു. നമ്മൾ ദൂരത്തുനിന്ന് വരുന്നതായതുകൊണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറിയിട്ട് ഒന്ന് കാണിച്ചു തരാം സംഭവം എന്താണെന്നുള്ളത്. ഇതാട്ടോ സംഭവം. ഇവിടെ സംഭവം നല്ല പാർക്ക് പോലത്തെ അടിപൊളി ഏരിയ ആണ്. അവിടെ എന്തോ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് മൊത്തം ക്രാഫ്റ്റ് വില്ലേജ് വരുന്നത്. അവിടത്തേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിലെ ജസ്റ്റ് വന്നിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇവിടെ വലിയൊരു പോണ്ട് പോലെ ഉണ്ട്. വലിയൊരു കുളം പോലെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 പാറയുണ്ട്. അവിടെ ക്രാഫ്റ്റ് വില്ലേജ് വരുന്നത്. ആട്ടാ ഇതുണ്ട്. പേര് പറഞ്ഞോ വെറുതെ? യൂട്യൂബ് ചാനലാ? എന്താ പേര്? ജിജീഷ്. ഇവിടെ തന്നെ അല്ലേ? ഓക്കെ, ഇവിടെ ക്രാഫ്റ്റ് വില്ലേജ് ഇന്ന് ലീവാ അല്ലേ? ഇവിടെ എന്തൊക്കെ ഇല്ലേ, സംഭവങ്ങൾ എന്തൊക്കെ ഇല്ലത് കാണാൻ വേണ്ടിട്ട്? ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ലീവാണ്, തിങ്കളാഴ്ച ലീവാ. അവര് പറഞ്ഞു, അവിടുന്ന് സെക്യൂരിറ്റി പറഞ്ഞു. ബോട്ടിംഗ് പിന്നെ ഇവിടെ മരത്തടിയിൽ ആനര അങ്ങോട്ട് ഇപ്പൊ പോകാൻ പറ്റില്ലാമല്ലോ തിങ്കളാഴ്ച. അതെയാ, അവര് അവിടുന്ന് പോകണ്ടെന്ന് പറഞ്ഞത്. നമ്മള് ആ സൈഡെല്ലാം കണ്ടിട്ടില്ലേ. പിന്നെ ഇതിന്റെ തിങ്കളാഴ്ച കൊണ്ട് പ്രവേശനം ഇല്ല. അപ്പൊ നമുക്ക് ഇവിടുത്തെ ചേട്ടനുണ്ട്. ചേട്ടനോടൊന്ന് എടുത്ത ഡീറ്റെയിൽസ് ചോദിച്ചോ. എന്താ പേര് ചേട്ടാ? അനിൽകുമാർ അല്ലേ? മാസ്ക് താക്കാൻ പറ്റുമോ? മാസ്ക് താത്താൻ പറ്റുമോ? ഒന്ന് ജസ്റ്റ് താത്തണ്ട് വന്നാ. ഓക്കെ, താക്കണ്ട. ഓക്കെ, പിന്നെ ഇവിടെ എന്തൊക്കെയാ ഇല്ലത്? കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമമാണ്. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം അല്ലേ? കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. ഇത് മാനേജ് ചെയ്യുന്നത് യൂരാളങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റിയാണ്. പിന്നെ ഇവിടെ 27ഓളം സ്റ്റാളുകളുണ്ട്. 27ഓളം സ്റ്റാളുകളുണ്ടല്ലേ? ആ സ്റ്റാളുകൾ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. അത് നമുക്ക് ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് നേരിട്ട് കാണുകയും ചെയ്യാം. അവർ ഡെമോ ചെയ്യുമ്പോൾ നേരിട്ട് കാണാം. അപ്പൊ അത് പരിശീലിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടുന്ന് പരിശീലനം കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാപനമാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ കുറ്റ്യാടിപ്പുഴയാണ്. കോട്ടക്കൽ കുഞ്ഞാലിമരക്കാരന്റെ സ്മാരകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അതിന്റെ തൊട്ടടുത്തുണ്ടല്ലേ? ഇവിടുന്ന് 1.5 കിലോമീറ്റർ എത്തിയാൽ അവിടെ ടൂറിസ്റ്റ് കുഞ്ഞാലിമരക്കാർ. അവിടെ ഇന്ന് തിങ്കളാഴ്ച അവധി പോയ എന്തെങ്കിലും ആയിട്ട് കാണാൻ പറ്റും? പുറത്തുനിന്ന് കാണാൻ പറ്റും. കാര്യമായിട്ട് ഇപ്പം കാണിക്കുന്നില്ല. പിന്നെ അതിന്റെ അപ്പുറത്ത് പിന്നെ സാൻഡ് ബാങ്ക്സ് ഉണ്ട്. കുറ്റ്യാടിപ്പുഴ അറബിക്കടലിലേക്ക് ചേരുന്ന സ്ഥലമാണ്. അതിന്റെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ളത്
വടകര ഭാഗത്താണ്. അവിടെ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അവിടെ അപ്പുറത്തുമായിട്ട് നിത്യേന നൂറുകണക്കിന് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ഈ അടുത്ത ദിവസം ഒരു കുട്ടി ഒഴുക്കപ്പെട്ട് മരണപ്പെട്ടു. കാണാൻ വന്നിട്ട് അറിയാതെ കടലിലേക്ക് പോയിട്ട് മരണപ്പെട്ടു. മെനഞ്ഞാന്നാണ്. ഇവിടെ എങ്ങനെ ചാർജ് എല്ലാം വരുന്നത്? ഇവിടെ ഒരാൾക്ക് പിന്നെ 50 രൂപയാണ്. ഇതിലേക്ക് ഇവിടെ വേറെ പ്രത്യേകിച്ച് കാറ് കൂടി നമ്മളെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ട്. അപ്പൊ ആ സൗകര്യത്തിന് ഞങ്ങൾ 30 രൂപ അതിന് ഈടാക്കുന്നുണ്ട്. എക്സ്ട്രാ പാർക്കിംഗ് ഫീസായിട്ട് ഈടാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ അന്താരാഷ്ട്ര മേള നടക്കാറുണ്ട്. കോവിഡ് അതിന്റെ കാലഘട്ടം ആയതുകൊണ്ട് ഇപ്പൊ 2 വർഷക്കാലമായി ആ അന്താരാഷ്ട്ര മേള നടക്കുന്നില്ല. പിന്നെ വിദേശികൾ ഉൾപ്പെടെ ഇവിടെ വരുന്നുണ്ട്. ആ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. നൂറുകണക്കിന് ആ സമയത്ത് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ബുക്ക് ചെയ്യേണ്ട സന്ദർശനം നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥാപനം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കേട്ടിട്ടുണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് കുഞ്ഞാലിമർക്കായ മ്യൂസിയത്തിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് അവധിയാണെന്ന് പറഞ്ഞു. എന്നാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ അറിയുന്ന പോലെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ അവിടുന്ന് നേരെ കുഞ്ഞാലിമരക്കാർ മ്യൂസിയത്തിലേക്ക് എത്തിയിട്ട് അതായത് എവിടെ എഴുതിയിട്ടുണ്ട് തിങ്കൾ അവധിയാണ്. എന്നാലും നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവം ഇങ്ങനെയാണ്. അവിടെ ഒരു ചേച്ചിയുണ്ട്. നമ്മൾ ചേച്ചിനോട് വിളിച്ചിട്ടുണ്ട് കാണാൻ പറ്റുമോ എന്നുള്ളത്. ഉള്ളിൽ കയറി ജസ്റ്റ് ഒന്ന് ഇതാ സംഭവം നോക്കി നോക്കട്ടെ. ഇതാട്ടോ നമ്മൾ ഇവിടെ അങ്ങനെ കുറെ പറഞ്ഞു നോക്കി, അങ്ങനെ കയറ്റുന്നില്ല ഉള്ളിലേക്ക്. ഇതാ ജസ്റ്റ് ഇവിടുന്നല്ല വ്യൂ. ഇതാ സ്മാരകം. അവിടെ ബിൽഡിങ്ങെല്ലാം ഉണ്ട്. ഇതാ ഓക്കെ. അപ്പോൾ കയറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് വിടാം. നമ്മളിതാ കൂടാടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. കൂടാടി അല്ല, മൂടാടി. ഓക്കെ, കരിക്കണ്ട് നിർത്തിയാണ്. നല്ല കരിക്കുണ്ട്. നല്ല രസമുണ്ട് കുടിക്കാൻ വേണ്ടി. കട്ടാക്കല്ല കാശൊക്കെ കുടിക്കുന്നുണ്ട്. നമ്മളെ സൈക്കിൾ ഇതാട്ടാ. നമ്മളെ 2 സൈക്കിളും ഇവിടെ ഉണ്ട്. ഓക്കെ, കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും. നമുക്ക് സൈക്കിളും സർവീസാണ്. കാരണം സൈക്കിളിൻ്റെ നമ്മൾ പല്ല് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഗിയറിൻ്റെ അവിടെ ഇല്ല. അത് ജസ്റ്റ് ഒന്ന് കാണിക്കണം. നോക്കട്ടെ. നമ്മളെ കരിക്കെല്ലാം കുടിച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് പുറത്തേ ഇരിക്കും. ഇല്ല, സാധനമില്ല. പുറത്ത് കിട്ടിയിട്ടുണ്ട്. പൊളി നോക്കണ്ടേ? അപ്പോൾ നമുക്ക് അവിടെ മറ്റേ കോഴിക്കോട് ബീച്ച് എഴുതിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം കോഴിക്കോട് എത്താനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ സൈഡാക്കി. അപ്പോൾ അത് ഫുഡ് കഴിക്കേണ്ട സമയമാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഹോട്ടലുണ്ട്. ഇതാ കുഴിമന്തി എന്ന് പറഞ്ഞിട്ട്. അവിടെ ഹോട്ടലിൻ്റെ പേരെന്താ? എന്തോ പേരുണ്ട്. പേരൊന്നും അറിയില്ല. ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഇല്ല നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്ക്. പിന്നെ നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു വെയിലുള്ള സമയത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യും. ഇന്നലെ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം ഇതാട്ടാ. ഒരു ക്വാർട്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം വന്നേരം ഇവിടെ ആയുർവേദത്തിൻ്റെ ഇവിടെ ചേട്ടനുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. നമ്മൾ ഇവിടെ കിടക്കുന്ന ഹോട്ടലിന് പേപ്പറെല്ലാം വാങ്ങി ദാശക്കാട് കിടക്കുന്നുണ്ട്. ഇങ്ങനത്തെ സ്ഥലത്താട്ടോ നമ്മൾ കിടക്കുന്നത്. റെസ്റ്റ് എടുത്തിട്ട്. ഇന്നിപ്പോൾ മഴ പാറുന്നുണ്ട്. പാറുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യായിരുന്നു. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ബീച്ച് എത്താനായി. ഈ പാലം കൂടി കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും. ഇനിയിപ്പോൾ അടുത്ത പാലെത്തുന്നതിന് മുന്നേ ഒരു റൈറ്റിലേക്ക് ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ് കഴിഞ്ഞാൽ നേരെ ബീച്ചിലേക്ക് കൂടെ തന്നെയല്ലേ, ബീച്ചിൻ്റെ സൈഡിലേക്ക് കൂടെ തന്നെയുള്ള റോഡ് കിട്ടും കേട്ടോ. നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബീച്ചിലെത്തുന്നതിന് മുന്നേ പുതിയാപ്പള ഹാർബർ കയറിയിട്ടുണ്ട് കേട്ടോ. അതാ ഇപ്പം ആളൊന്നുമില്ല. മത്സ്യബന്ധനം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചെറുങ്ങനെ പണിയെടുക്കുന്നുണ്ട്. ഏതാ വ്യൂ. എല്ലാം ബോട്ടെല്ലാം സൈഡാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ മഴ കോളുണ്ട് കേട്ടോ. ഇവിടുന്ന് പണിക്കാർ പണിയെടുക്കുന്നുണ്ടോ. നമ്മളങ്ങനെ ഒരു ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇപ്പറെല്ലാം ബോട്ടുണ്ട്. അവിടെ എല്ലാം പണിക്കാരെല്ലാം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പണിക്കാരായില്ല കേട്ടോ. മത്സ്യബന്ധന ബോട്ട്. ഏതാ വ്യൂ മോനെ ഇടുന്നത്. ആദ്യമായിട്ടാട്ടോ മത്സ്യബന്ധന ബോട്ട് കയറുന്നത്. സാധാ ബോട്ട് കയറി, പക്ഷെ ഫിഷിംഗ് ബോട്ടിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. എൻ്റെ മോനെ വ്യൂ കാണിച്ചു തരാട്ടോ. ആഷിക്കേ കുറച്ച് മീൻ പിടിക്കാൻ പോയാലോ?
മുതലാളി ചങ്ക ചക ചകയാ കൊട്ടരയോടെ ബോർഡ് എടി അയിലസാ എടാ ഇത് നല്ല വൈബുണ്ട് കേട്ടാ. അവിടെ എല്ലാം നിരനിരയായി ബോട്ടുകൾ ഇട്ടിട്ടുണ്ട് കേട്ടാ. നമ്മള് ബീച്ചിലേക്ക് പോകുമ്പോ ജസ്റ്റ് ഒന്ന് കയറിയ കേട്ടാ. മൊത്തം ജസ്റ്റ് ഒന്ന് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട്. ഓക്കെ, നമ്മ ഇവിടെ വന്നൊരു രണ്ട് പിള്ളേരുണ്ട് ഇതാ വീഡിയോയിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. പറടാ എന്ത് പേര്? ആഫീസ് മുഹമ്മദ്. മോളെ പേരുന്ന് ആയിഷ മിൻഹ. ഓക്കെ, അടിച്ചുപൊളി. എവിടെ പറയാടെ അടുത്തന്നാ? വീടിന്റെ അടുത്തന്നാ? കുറ്റാടി അല്ലേ? അപ്പൊ ഹാപ്പി പോട്ടാ, ഇന്ന് പറയണ്ട. നമ്മ അങ്ങനെ കോഴിക്കോട് ബീച്ചിലെത്തിട്ടോ. ഇവിടെ നല്ല റഷ് ഉണ്ട്, ഫുള്ള് ആളിതാ. നമ്മളെ സൈക്കിളടി ഉണ്ട്. നമ്മ അപ്പൊ ബീച്ചിൽ നിന്ന് വന്നിട്ടാ. ബീച്ചിൽ ഭയങ്കര അവിടെ എത്തിയിട്ട് വീഡിയോ ഒന്ന് നടന്നിട്ടുള്ള വീഡിയോ എടുക്കാതിരിക്കുമ്പോഴേക്ക് ഭയങ്കര മഴ, കനത്ത മഴ. ആകെ പെട്ടുപോയി. പിന്നെ മഴ നനഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്ന്. മഴ നനഞ്ഞിട്ട് നമ്മളിപ്പം സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ആശിക്കുണ്ട് ഇതാടാ, കുണ്ടിതനായിട്ട് ഇരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണ്ട അറിയാണ്ട്. നമ്മളിവിടെ ഉണ്ട്, ഈ മേൽപ്പാലത്തിന്റെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഹെവി റെയിനാ കേട്ടോ. നമ്മളിവിടെ റൂം എടുക്കാൻ നോക്കിയിട്ടുണ്ട്. റൂം എടുക്കാൻ നോക്കണമെങ്കിൽ തന്നെ ഇവിടെ ഭയങ്കര മഴ, പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നോക്കി നോക്കട്ടെ, ഭയങ്കര മഴ. എന്താ പറയുക, നമ്മൾ ഇന്നലെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് മൂലം മഴയാണ്. പക്ഷെ ഇന്നലെ വരുമ്പോ എന്താ പറയേണ്ടത്, തലശ്ശേരി വരെ മഴയൊന്നും ഉണ്ടായിട്ടേ ഇല്ല, നല്ല രീതിയിൽ വരാൻ പറ്റി. പക്ഷെ ഇന്ന് തലശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇടക്കിടയ്ക്ക് മഴയെല്ലാം ആകെ പെട്ടുപോയി. ഇതാ ഫുള്ള് മഴ, നല്ല ബ്ലോക്കും ഉണ്ട്, മഴയും ഉണ്ട്. നമ്മ ഇവിടെ ഏതോ ഒരു ഷോപ്പുണ്ട്. എന്താ ഷോപ്പ് ആകുമ്പോ ബെനറ്റന്റെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ ഗൈസ്, നമ്മളിതാ കോഴിക്കോട് മാവൂർ റോഡിലുണ്ട്. മാവൂർ റോഡില് ഇങ്ങനെ ചെറുതായിട്ട് നടക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മള് രണ്ട് സൈക്കിളിനും ചെറുതായിട്ടൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴ ചളിയൊക്കെ ഇന്ന് മൊത്തം മഴയായിരുന്നു. മഴയായിട്ട് കുറെ സ്ഥലത്ത് കയറി നിന്ന് ചളി അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മള് കുറെ അങ്ങനെ വണ്ടിക്ക് കുറെ എഫേർട്ട് എടുത്തു. അപ്പോൾ വണ്ടി നമ്മളെ കുറച്ചൊന്ന് പണി തന്നു. കാരണം വണ്ടി അങ്ങനെ വലിയുന്നില്ല. എന്തായാലും അപ്പൊ നാളെ നമ്മള് രാവിലെ സർവീസിന് വെക്കേണ്ടി വരും. വണ്ടി സർവീസിന് വെച്ചിട്ട് ബാക്കി എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ലോങ് പോകേണ്ടതുകൊണ്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യാണ്ട് പോകാനും പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ റൂം തപ്പിക്കൊണ്ട് നടക്കുന്നുണ്ട്. റൂമൊന്നും ആയിട്ടില്ല, റൂം തപ്പിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ നമ്മള് റൈഡ് പോകുമ്പോൾ എല്ലാം നല്ല സുഖസുന്ദരമായിട്ട് നടക്കണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. കുറച്ചിങ്ങനെ എന്താ പറയേണ്ടത്, കുറച്ചിങ്ങനെ കഷ്ടപ്പാടും മെനക്കേടും നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ കുറച്ച് കഷ്ടപ്പാടും മെനക്കേടും ഉണ്ടെങ്കിലല്ലേ നമ്മളെ റൈഡ് ഒരു ത്രില്ലാവല്ലോ. അല്ലെങ്കിൽ പിന്നെ വെറുതെ ചുമ്മാ പോയിട്ട് വരുന്നല്ലോ, ഒരു ത്രില്ലില്ലല്ല. ഓക്കെ, അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ തന്നെ. ഇവിടെ നമ്മൾ ഈ വാക്ക് വേയിലേക്ക് ഫുട്പാത്തിലേക്ക് കൂടെയാണ് നടക്കുന്നത് റോഡിന്റെ. ഓക്കെ, അപ്പൊ നോക്കി നോക്കട്ടെ, എന്തായാലും സെറ്റാവും. ഓക്കെ, അപ്പൊ ഇതാ ഫ്രണ്ട്സ്, നമ്മൾ കുറെ നേരം അലിഞ്ഞ് തിരിഞ്ഞതിന് ശേഷം നമ്മള് പിന്നെ KSRTC കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഗൾഫ് ബസാർ എന്നൊരു അടുത്ത സംഭവം ഉണ്ട്. അവിടെ മൊത്തം നല്ല മൊബൈൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിയിൽ മൊത്തം ഒരു 10-40 മൊബൈൽ ഷോപ്പ് മാത്രമുണ്ട്. ഒരു കോമ്പൗണ്ടിൽ ഒരു വലിയ സംഭവത്തിനുള്ളിൽ. അതിന്റെ മേലെ ഇവർ തന്നെ ഒരു ഇതുണ്ട്, ലോഡ്ജ്. അവിടെ റൂം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കോലെല്ലാം നോക്കിയെന്നും വേണ്ടി ഇപ്പം എല്ലാം അലങ്കോലായിട്ടായിരിക്കും ഉണ്ടാവല്. പിന്നെ ഇതെല്ലാം നമ്മള് സോക്സ്, നമ്മളെ ഗ്ലൗ, പിന്നെ ഇത് മാസ്ക് സംഭവങ്ങൾ, നമ്മളെ ഷൂ വരെ ഏതാ ഇവിടെ അലക്കിയിട്ട് ഇതാക്കിയിട്ട് ഇട്ടിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫുൾ മഴയത്താ വന്നിട്ട്, അതുകൊണ്ടെല്ലാം ഷൂ വരെ ഭയങ്കര ചെളിയും ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ സംഭവം. ഇനിയിപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്ന വീഡിയോ തന്നെ അത് ഞാൻ എഡിറ്റ് ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, ഇനി നാളെ രാവിലെ നമ്മൾക്ക് നമ്മളെ സൈക്കിളും സർവീസിനും ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ ചെയിൻ നമ്മളെ നാളെ രാവിലെ കാണിച്ചു തരാം. സംഭവം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ചൈനിന്റെ ഇത് വരുമല്ലോ, പല്ല് വരുമല്ലോ, കേസറ്റ്. അപ്പൊ അതിന്റെ 3-4 പല്ല് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ചവിട്ടുമ്പോ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിട്ട് അപ്പൊ നാളെ ഇവിടെ സൈക്കിൾ സർവീസ് സെന്ററിലേക്ക് പോകണം. അപ്പൊ ഓക്കെ, അങ്ങനെ കാര്യങ്ങൾ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് ചെയ്യട്ടാ വീഡിയോനെ കുറിച്ചില്ല. എന്തെങ്കിലും നമ്മൾ മാറ്റം എടുക്കാനുണ്ടോ, എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ. ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.